നമസ്കാരം. രാജ്യത്ത് 2027 പൂർണ്ണമായും പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. റൂവി കാബൂസ് മസ്ജിദിന് പുറകുവശത്തുള്ള റോഡ് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തുറന്നു. സലാലയിൽ നിന്നും ധാക്കയിലേക്ക് ഖരീഫ് കാലത്ത് മുവാസലാത്ത് സർവീസുകൾ ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. രാജ്യത്ത് 2027 പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും നിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാവും. ഫാർമസികൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിലാണ് നാളെ മുതൽ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇത് സംബന്ധിച്ച് അധികൃതർ ഫെബ്രുവരിയിൽ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ എല്ലാത്തരം പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളും നിരോധിക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാജകീയ ഉത്തരവുകൾ പ്രകാരം പരിസ്ഥിതി സംരക്ഷണ മലിനീകരണ നിയന്ത്രണ നിയമത്തിന്റെയും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിതല തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ പരിസ്ഥിതി അതോറിറ്റി തീരുമാനം പുറത്തിറക്കിയത്. 50 മൈക്രോമീറ്ററിൽ താഴെ ഭാരമുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ കമ്പനികൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ഓരോ വിഭാഗത്തിലും പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിരോധിക്കുക. ഇതിനുശേഷം അവ ഉപയോഗിക്കുകയാണെങ്കിൽ പിഴ ചുമത്തും. 50 മുതൽ 1000 റിയാലിൽ കൂടാത്തതുമായ അഡ്മിനിസ്ട്രേറ്റീവ് പിഴയായിരിക്കും ചുമത്തുക. ലംഘനം ആവർത്തിച്ചാൽ പിഴ തുക ഇരട്ടിയാകും. റൂവി കാബൂസ് മസ്ജിദിന് പുറകുവശത്തുകൂടി സെൻട്രൽ ബാങ്ക് റോഡിലേക്ക് പോകുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി യാത്രക്കാർക്ക് തുറന്നുകൊടുത്തത് അനുഗ്രഹമാവുന്നു. ഏറെ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡ് വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മഴ പെയ്താൽ ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പതിവായിരുന്നു. തൊട്ടടുത്ത ഓവുചാലിൽ നിന്ന് സദാസമയവും മലിനജലം ഒഴുകിയെത്തുന്നതും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഏറെ പ്രാധാന്യമുള്ള റോഡാണെങ്കിലും വർഷങ്ങളായി അധികൃതരുടെ ശ്രദ്ധ എത്താതിരുന്ന റോഡാണ് അടുത്തിടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. മത്ര സുന്നി സെന്റർ, SIC മത്ര, SKSSF മത്ര ഏരിയ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സമസ്ത സ്ഥാപക ദിനാചരണവും പ്രാർത്ഥനാ സംഗമവും നടത്തി. മത്ര ഇക്രാവു മദ്രസയിൽ നടന്ന പരിപാടി മൂസ ഹാജി ചെണ്ടയാട് ഉദ്ഘാടനം ചെയ്തു. SIC ആസിമ മേഖലാ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഫസൽ മേക്കുന്ന സ്വാഗതവും ഷക്കീബ് ചെണ്ടയാട് നന്ദിയും പറഞ്ഞു. ഖരീഫ് സീസണിൽ സലാലയിൽ നിന്ന് താക്കയിലേക്ക് സർവീസുമായി മുവാസലാത്ത്. സലാല താക്ക സലാല സർവീസിന് നാളെ മുതൽ തുടക്കമാവുമെന്ന് മുവാസലാത്ത് അറിയിച്ചു. വൺ വേക്ക് 2 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. മുവാസലാത്തിന്റെ വെബ്സൈറ്റ് വഴി ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഖരീഫ് സീസണിൽ സലാലയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ഗുണകരമാവുന്നതാണ് സർവീസ്. താക്കയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളും മറ്റും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്രദമാകും. മസ്കറ്റ് KMCC കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികൾ. അൽഖൂദിൽ ഷീഷൽ റെസ്റ്റോറന്റിൽ ചേർന്ന ജനറൽ ബോഡിയിലാണ് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. വാഹിദ് ബർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റ് TP മുനീർ അധ്യക്ഷത വഹിച്ചു. റസാഖ് മുക്കച്ചേരി സ്വാഗതവും സമത്ത് കോട്ടയ്ക്കൽ നന്ദിയും പറഞ്ഞു. റസാഖ് മുഖച്ചേരിയെ പ്രസിഡന്റായും ഉബൈദ് നന്ദിയെ ജനറൽ സെക്രട്ടറിയായും സമത്ത് കോട്ടക്കലിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യൂസേഴ്സ് ഫീ ഇരട്ടിയാക്കിയ നടപടി പ്രവാസികളോട് ചെയ്യുന്ന വലിയ അനീതിയാണെന്ന് റൂബി മലയാളി അസോസിയേഷൻ യോഗം അഭിപ്രായപ്പെട്ടു. അടിക്കടി ഉയരുന്ന വിമാന ടിക്കറ്റ് വർധനവ് മൂലം നടുവൊടിഞ്ഞ പ്രവാസികൾക്ക് വീണ്ടും ഇരുട്ടടിയാണ് എയർപോർട്ട് യൂസേഴ്സ് ഫീയിൽ വർധനവെന്ന് RMA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. എയർപോർട്ട് യൂസേഴ്സ് ഫീ പിൻവലിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. RMA എക്സിക്യൂട്ടീവിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ആഷിഖ് സക്കറിയ, ബിൻസി സിജോയ് എന്നിവരെ യോഗം അഭിനന്ദിച്ചു. RMA വനിതാ വിംഗ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. RMA ട്രഷറർ സന്തോഷ് യോഗത്തിൽ നന്ദി പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.